ഗുരു ഓം നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ അബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം തർജിമ. പശിക്കുന്നവൻ്റെ പ്രണയകഥ എന്ന അധ്യായം, ഭാഗം 1. ഗുരുകുലത്തിൻ്റെ അധപ്പതന ദശയെന്ന് പറയാവുന്ന ഈ കാലഘട്ടത്തിന് ശേഷമുള്ള 3 സംവത്സരക്കാലം മാറിയും മറിഞ്ഞും വരുന്ന താൽപ്പര്യങ്ങളുടെയും സംഭവങ്ങളുടെയും ഘട്ടമായിരുന്നു. നിലംപതിച്ച ഗുരുകുലാധ്യക്ഷൻ അപകീർത്തിക്കിരയായി. അറച്ചു നിന്നവർ പോലും അവരുടെ കൈവശമുണ്ടായിരുന്ന കല്ലുകൾ അയാളുടെ നേർക്കെറിഞ്ഞു. കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്കിൽ വർണ്ണിക്കുന്ന ഷേർഖാൻ എന്ന കടുവയെപ്പോലെ നായാട്ടിൽ തോറ്റുവീണ മൃഗത്തിൻ്റെ അവസ്ഥയായി ഗുരുകുലാധ്യക്ഷൻ്റേത്. അപമാനിതനായി നിലം പതിച്ചൊരു നായകൻ. അതിൻ്റെ തീ ആളിക്കത്തിക്കുന്നതാണ് പെണ്ണുങ്ങളുടെ ഇടയിൽ പരക്കുന്ന കിംവദന്തി. രണ്ടും കൂടി ആകുമ്പോൾ പൊതുജനത്തിൻ്റെ മനസ്സിനെ ചിലപ്പോൾ ബാധിക്കാറുള്ള ക്രൂരത മുഴുവൻ ശക്തിയോടുകൂടി തലപൊക്കി. അതിൻ്റെ മുന്നിൽ ഗുരുകുലാധ്യക്ഷൻ തല കുനിച്ച് നിന്നുപോയി. സംഭവങ്ങളുടെ സ്വഭാവം പോലും അയാളെ പുച്ഛിക്കുന്നതായി തോന്നി. എല്ലാവരും ഉറക്കെ വിളിച്ചു, കൊലക്കയറെടുക്കുവിൻ, തൂക്കിലിടിൻ. ഇനി അയാൾക്ക് സ്വന്തം പ്രശസ്തി നിലനിർത്താനേ സാധ്യമല്ല. എല്ലാവരും അയാൾക്കെതിരായി നിന്നു. ബാക്കി എല്ലാവരും നേരുകാരുമായി. ഒരുത്തൻ കുരുങ്ങി വീഴാൻ എല്ലാവരും കൂടി കാത്തിരുന്നത് പോലെ തോന്നി. എൻ്റെ സന്ദർശനം ആരും ഇഷ്ടപ്പെട്ടില്ല. ചിലരെല്ലാം എന്നെ നിരാകരിച്ചില്ലെങ്കിൽ തന്നെ അത് സാപേക്ഷമായ കാരണങ്ങളാലാണ്. ഞാൻ എൻ്റെ കുറ്റം സമ്മതിച്ച് മാപ്പിരക്കുകയാണെങ്കിൽ അത് മറ്റൊരു മാരകമായ കുറ്റം ചെയ്യലായിരിക്കും. ആരും എനിക്ക് മാപ്പ് തരികയില്ലെന്നുള്ളതാണ് വാസ്തവം. ഓരോരുത്തരും ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന നീരസം ആ വഴിക്ക് ആളിക്കത്തുവാൻ അത് ഇടയാക്കുമെന്ന് മാത്രം. പരിഹാരമില്ലാത്തവണ്ണം പരാജയപ്പെട്ടവനെ പോലെ ഞാൻ ഏകാകിയായി നിന്നു. ഇതിലെനിക്ക് തെറ്റിദ്ധാരണ പറ്റിയില്ല. ആളുകളുടെ പെരുമാറ്റത്തിൻ്റെ ഓരോ വിശദാംശവും ഇത് തെളിയിച്ചു തന്നു. അക്കാലത്തും ചെറിയ തരത്തിൽ ഞാനൊരു മനഃശാസ്ത്രജ്ഞൻ ആയിരുന്നു. എല്ലാവരും കൂടി എന്നെ ശിക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന തോന്നലോ അതിർകടന്ന ആത്മനിന്ദയോ ആയിരുന്നില്ല എന്നെ എല്ലാവരെയും വെറുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്കറിയാം. വിരലിലെണ്ണാൻ ഒരാൾ എനിക്ക് അനുകൂലിയായി ഉണ്ടായില്ല. ഓടിച്ചിട്ട് പിടിക്കപ്പെട്ട ഒരു കുറ്റവാളിയെപ്പോലെ ഓരോ നിമിഷവും മനസ്സാക്ഷിയെ നിലയ്ക്ക് നിർത്താൻ യത്നിച്ചുകൊണ്ട് ഞാൻ രാവും പകലും പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതേ വഴിക്ക് ഒരടി കൂടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ എന്നെ ഭ്രാന്തനെന്ന് വിളിക്കുമായിരുന്നു. ആന്തരികമായി സ്വസ്ഥമായും ആരോഗ്യപൂർണമായും ഇരുന്നാലും ഒരുവൻ്റെ ജീവിതത്തിലെ സാമൂഹികവും സാപേക്ഷവുമായ വശമാണ് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. ഗുരു എൻ്റെ പക്ഷത്ത് എന്ന ഉപപാഠം. ഞാൻ നിശ്ശേഷം തകർന്നു പോയിട്ടില്ലെന്ന് കരുതാൻ ഒരു മനുഷ്യനെങ്കിലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉള്ളിൽ യാതൊരു ശാന്തിയുമില്ലാതെ ഞാൻ ആകെ തളർന്നു പോകുമായിരുന്നു. ധാർമ്മികമായ തകർച്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വന്നു ചേർന്ന ആ പുരുഷൻ നാരായണ ഗുരുവല്ലാതെ മറ്റാരുമായിരുന്നില്ല. ഗുരു നീലഗിരി സന്ദർശനത്തിന് എത്തിയതാണ്. ഞാൻ ഒരു മാറ്റത്തിന് വേണ്ടി ശിവഗിരി മഠത്തിലേക്ക് പോയി. അക്കാലത്ത് ഗുരു വർക്കല തൻ്റെ ആസ്ഥാനമായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. എന്നോടുള്ള കൂറ് അവശേഷിച്ചിരുന്ന ചില കുട്ടികളുമൊത്ത് ആലുവായിൽ താമസമുറപ്പിക്കാൻ ഞാൻ ഒരുമ്പെട്ടെങ്കിലും വർക്കലയിൽ പോയി 5-6 കുട്ടികളുമൊത്ത് ആശ്രമത്തിലെ ഭോജനശാലയ്ക്കെതിരെ പാടത്തിനക്കരെയുള്ള ഒരു വാടക കെട്ടിടത്തിൽ താമസിക്കാനാണ് ഇടയായത്. ആശ്രമ പ്രവർത്തനങ്ങളുടെ ഭാഗമെന്ന വണ്ണം ഗുരു തന്നെ സ്ഥാപിച്ച ശിവഗിരി ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൻ്റെ താൽക്കാലിക ഹെഡ്മാസ്റ്ററായി ഞാൻ ഉദ്യോഗമേറ്റു. അതൊരു മാതൃകാ വിദ്യാലയമായി ഇരിക്കണം എന്നായിരുന്നു ഗുരുവിൻ്റെ സങ്കല്പം. ഗുരു തന്നെ വിളിച്ചുകൂട്ടിയ പൊതുസമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിച്ച എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു മാതൃകാ വിദ്യാലയത്തിൻ്റെ പദ്ധതിയാണ് അതിന് അംഗീകരിച്ചിരുന്നത്.
അന്ന് നിലവിലിരുന്ന വിദ്യാഭ്യാസ പദ്ധതിയിലെ ഏറ്റവും നല്ല അംശങ്ങളോട് ഞാൻ നിർദ്ദേശിച്ച ചില പുതുമകളും കൂട്ടിച്ചേർത്തുള്ളതായിരുന്നു ആ രീതി. ഗുരു അതിന് സമ്പൂർണ്ണാനുഗ്രഹങ്ങൾ നൽകിയെങ്കിലും പൊതുജനങ്ങൾക്ക് ഞാൻ നിർദ്ദേശിച്ച പുതുമകൾ കാണാനുള്ള കണ്ണുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിളപ്പിച്ചതെല്ലാം ആറിപ്പോയി. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന മിഡിൽ സ്കൂളിലെ 1 വർഷത്തേക്കുള്ള താൽക്കാലിക ഹെഡ് മാസ്റ്റർ മാത്രമായി ഞാൻ അവശേഷിച്ചു. ശമ്പളം പ്രതിമാസം 50 രൂപ മാത്രം. ആ ചെറു വരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായിരുന്നു. ഗുരുകുലത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ ഉപസംഹരിച്ച് കഴിഞ്ഞിരുന്ന ഫേൺ ഹില്ലിൽ വീട്ടി തീർക്കേണ്ട പല കടങ്ങളും അവശേഷിച്ചിരുന്നു. വർക്കലയിൽ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ എനിക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇല്ലാതിരുന്നിട്ടും ഫേൺ ഹില്ലിലെ ആദ്യ ഗുരുകുലത്തിൻ്റെ സ്ഥലം സന്ദർശിക്കാനുള്ള സൗമനസ്യം ഗുരു കാട്ടി. 1927 നീലഗിരി സന്ദർശന വേളയിലായിരുന്നു അത്. എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടും ഗുരു എൻ്റെ പക്ഷം പിടിച്ചതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ കേട്ടറിഞ്ഞിരുന്നു. ആദ്യത്തെ ഉദ്യമത്തിൽ പരാജിതനായെങ്കിലും വീണ്ടും വിജയം വരിക്കുന്ന ഒരാളായി എന്നെ ഗുരു കണ്ടിരുന്നു എന്നുള്ളതും അറിവായി. മറ്റുള്ളവർക്ക് അദൃശ്യമായിരിക്കുന്നത് ഗുരുവിൻ്റെ നിരപേക്ഷ ദൃക്കുകൾക്ക് ദൃശ്യമായിരുന്നിരിക്കണം എന്ന് മാത്രമല്ല, ഫേൺ ഹില്ലിലെ പഴയ ഗുരുകുലത്തിൻ്റെ ഒരു ബന്ധുവായിരുന്ന പിന്നീട് സംശയഗ്രസ്തനായി തീർന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് ഗുരുകുലത്തിന് അവിടെ ശിലാസ്ഥാപനം നടത്തിയ സ്ഥലം കാട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സുഹൃത്തുമൊത്ത് തൂക്കായ കുന്നിലേക്ക് കയറി ഗുരുകുലം ഉണ്ടാക്കേണ്ട ആ പ്രത്യേക സ്ഥലം ശരിക്ക് കാണാവുന്നിടം വരെ ഗുരു ചെന്നു. ആ ഭൂമിയിൽ ഗുരുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞില്ലെങ്കിലും അവിടുത്തെ ആ നോട്ടം ഇന്നും ഈ എളിയ ശിഷ്യൻ അനർഘമായി കരുതുന്നു. എന്നിൽ പൊഴിഞ്ഞ കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ബാഹ്യപ്രകടനമായിരുന്നു ആ നോട്ടം. ഇതെങ്ങനെ എനിക്കറിയാമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വിഷമം തന്നെ. കാമുകി കാമുകന്മാർ തമ്മിൽ പലപ്പോഴും ഉണ്ടാകാറുള്ള കണ്ണേറ് അവർക്ക് മാത്രം മനസ്സിലാകുന്ന വാഗ്വിലാസം കലർന്നതാണല്ലോ. നിരപേക്ഷമായ ഒരു സ്നേഹവും ഏകപക്ഷീയമായിരിക്കുകയില്ല. പ്രേമമെന്ന പേരിൽ അംഗീകരിച്ചു പോരാറുള്ള മറ്റെല്ലാ ചില്ലറക്കാര്യങ്ങൾ പരിഗണനാർഹമല്ല. നിരപേക്ഷമായ ശ്രദ്ധ അതിൻ്റെ സന്ദേശം എത്തിക്കുന്നത് മിന്നൽ വേഗത്തിലാണ്. അതിൽ വയസ്സും ബന്ധുത്വവും ബാധകമല്ല. വിദൂര ഘടകങ്ങൾക്ക് പോലും അതിൽ വിലയം പ്രാപിക്കാം. പക്ഷപാതമില്ലാത്ത പക്ഷം പിടിക്കൽ എന്ന ഉപാധ്യായം. ഗുരു എന്നിൽ പ്രത്യേക പ്രതിപത്തി കാട്ടിയിരുന്നില്ലെങ്കിലും ചിലപ്പോൾ കേവലം അപരിചിതനെ പോലെ പെരുമാറിയിരുന്നു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ പ്രസ്താവയോഗ്യമാണ്. ചിലപ്പോൾ എനിക്കെതിരായിട്ടെന്ന പോലെയും നിന്നിരുന്നു. ഇക്കാര്യത്തിൽ ഗുരു കൈക്കൊണ്ട നിയമം എന്താണെന്ന് നിർണയിക്കാനാവില്ല. ഏറ്റവും അടുത്തുള്ളവരോടായാലും ഗുരു എപ്പോഴെങ്കിലും പ്രതിപത്തി കാട്ടിയിരുന്നെങ്കിൽ അത് ഏതോ നിരപേക്ഷ തത്വമോ മൂല്യമോ അന്തർഭവിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലായിരിക്കും. സാമൂഹ്യമോ കച്ചവടപരമോ ആയ കീഴ്വഴക്കങ്ങളും ഉടമ്പടികളും ഗുരുവിന് അപരിചിതമായിരുന്നു. തോന്നിയ ഇടത്തേക്കാണല്ലോ കാറ്റ് വീശുന്നത്. അതുപോലെയാണ് ഗുരുവിൻ്റെ പക്ഷം പിടിക്കലും വ്യാപരിച്ചിരുന്നത്. ഇതാണ് നിരപേക്ഷമായ പക്ഷപാതത്തിൻ്റെ രീതി. ഏതെങ്കിലും ശിഷ്യൻ താൻ അനുപേക്ഷണീയനാണെന്നോ പ്രത്യേകതയുള്ളവനാണെന്നോ കരുതിയിട്ടുണ്ടെങ്കിൽ അയാൾ അമർഷത്തിനും യാഥാർത്ഥ്യ ദർശനത്തിനും ഇടയിൽപ്പെട്ട് നട്ടം തിരിയേണ്ടി വരും. എന്തെന്നാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ തികഞ്ഞ അപരിചിതനായിട്ടോ ആപ്തമിത്രമായിട്ടോ ഗുരുവിന് മാറാൻ കഴിയും. ബ്രഹ്മവിദ്യയുടെ പശ്ചാത്തലത്തിലുള്ള ശിഷ്യത്വം പലതരത്തിലുള്ള കെണികളും അപകടങ്ങളുമുള്ള ഒരു കലയാണ്. ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ അങ്ങേ അറ്റത്തെ കർമ്മകൗശലവും വിനയവും ആവശ്യമാണ്. ഇത്തരം അപകടങ്ങളുടെ അതിശയോക്തിപരമായ ഒരു വിവരണം പ്രൊഫസർ ഇവാൻസ് വെൻസ് എഴുതിയ മിലരേപ്പയുടെ കഥയിലുണ്ട്. ഭാവിയിൽ ഒരു ഗുരുവാകേണ്ടയാൾ എന്ന നിലയിൽ ഞാനും ഗുരുവിനോട് അത്ര അടുക്കാറുണ്ടായിരുന്നില്ല. ഇരുപക്ഷത്തും ഉപദ്രവകരമായ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നോർത്ത് മാത്രമാണിത്. ഗുരു ഇരിക്കുന്നിടത്ത് നിന്ന് 20 ചുവടെങ്കിലും അകലെ ഞാൻ നിൽക്കൂ. ഗുരുവിനെ ശുശ്രൂഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊന്നും ഞാൻ അഭിനയിക്കാറുണ്ടായിരുന്നില്ല.
എനിക്ക് ഗുരുവിന് ചെയ്യാനുണ്ടായിരുന്ന ഏറ്റവും വലിയ സേവ ഗുരുവിൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നതായിരുന്നു. ബാഹ്യമായ ശാരീരിക പരിചരണത്തെക്കാളും ഒരു ഗുരു ഇഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കാനുള്ള അഭിവാഞ്ചയും അത് വിശ്വസിക്കുവാനുള്ള ശ്രദ്ധയുമാണ്. ദിനചര്യ കാര്യങ്ങളിൽ സേവ ചെയ്യാനാണെങ്കിൽ ഗുരുവിൻ്റെ സന്നിധിയിൽ അപേക്ഷകർ അനവധിയുണ്ടാവും. അവരുടെ എണ്ണം പെരുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. 100% ശ്രദ്ധ ചെലുത്തി ഞാൻ ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവണം ചെയ്യുന്നുണ്ടെന്നുള്ള വസ്തുത ഗുരു വേണ്ടവണ്ണം വിലമതിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഗുരുശിഷ്യ പാരസ്പര്യം ദൈനംദിനം ദൃഢമായത്. 1926-നും 28-നും ഇടയ്ക്കുള്ള ഇക്കാലത്താണ് എനിക്ക് ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവണം ചെയ്യാനുള്ള അവസരങ്ങൾ ഏറെ ഉണ്ടായത്. ചിലപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം പോലും മറന്ന് മണിക്കൂറുകൾ ആ സന്നിധാനത്തിൽ കൂപ്പ് കൈകളുമായി നിന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ തലയ്ക്ക് മുകളിൽ കൂടി കടന്നു പോകുമായിരുന്നവ ഗുരു കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങൾ. വിരസമായ ആ വാക്കുകൾ അവരെ ശല്യപ്പെടുത്തുക മാത്രമല്ല, അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണാനുള്ള യത്നമാണത് എന്നും തോന്നിയിട്ടുണ്ട്. ഒരു സൂക്ഷ്മ വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് ഇടവിടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസാധ്യ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തരായി പിരിഞ്ഞു പോവുകയായി. ഇങ്ങനെ മറ്റെല്ലാവരും പോയി കഴിഞ്ഞാലും അവശേഷിക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരുന്നു. പ്രത്യക്ഷത്തിൽ പ്രയോജനരഹിതമായ ഈ പ്രലപനം ദാർശനികനല്ലാത്ത ഒരാൾക്കും ക്ഷമയോടെ കേട്ടിരിക്കാൻ കഴിയുകയില്ല. ഇത്തരം സന്ദർഭങ്ങളുടെ പോരായ്മ തികച്ചും പരിഹരിക്കുന്നതാണ് ഗുരുവിൻ്റെ മൗനദീക്ഷ. മൗനഘനനായിരിക്കുന്ന ഗുരു ഇടയ്ക്ക് അത്യന്തം അപൂർവങ്ങളായ ചില സൂക്തങ്ങൾ മാത്രം മൊഴിയും. അപരതന്ത്രനായ ഗുരുവിന് വേണ്ടത് അപരതന്ത്രനായ ശിഷ്യൻ തന്നെയാണ്. ആദ്യ ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.